മനുഷ്യര് മീൻ പിടിക്കുന്ന വലയുടെ കഷ്ണമാ. കളഞ്ഞേക്ക്. പണ്ട് വലിയ വല കിട്ടിയിട്ടോ ഒന്നും നടന്നില്ല. ബുദ്ധിയുണ്ടെങ്കിൽ ഇതുകൊണ്ടും മീൻ പിടിക്കാം. താൻ വാ. താൻ ഈ കൊച്ചു കുളം കണ്ടോ? കണ്ടു. അതിനകത്തെ മീനുകളെ കണ്ടോ? കണ്ടു. എന്നാലേ നമ്മൾ ഈ മീനുകളെ പിടിക്കാൻ പോകുന്നു. ദാ ഇവിടെ വലിയൊരു കുഴി ഉണ്ടാക്കണം. പണി തുടങ്ങിക്കോ. പുഴക്കരയിലെ മണലായതുകൊണ്ട് കുഴിക്കാൻ എളുപ്പമാ. ഷോ, ഈ പണി ഇത്തിരി കടുപ്പമായി പോയി. വളർന്നേ. മതി മതി, ഞാൻ ഇപ്പൊ വരാം. ഈ മുളംകുഴലിന്റെ അറ്റത്തെ വല കെട്ടാം. ലോകത്തിൽ ഇന്നേ വരെ ഒരു കുറുക്കനും തോന്നാത്ത ബുദ്ധിയാ. ഇനി കുഴിയിൽ നിന്ന് കുളത്തിലേക്ക് ഈ കുഴൽ ദാ ഇങ്ങനെ തള്ളി കയറ്റണം. കുളത്തിലെ വെള്ളം ദാ ഇപ്പൊ വറ്റും. മീനൊക്കെ കുളത്തിൽ കിടക്കും. ഹിഹി, എന്റെ അമ്മ ഒടുക്കത്തെ ബുദ്ധി. വേറൊരു ഐഡിയ. ഞാൻ ദാ വരുന്നു. വെള്ളത്തിന് ശക്തി കൂടിയോ? ശരു, വെള്ളം വറ്റാറായില്ലേ? ഞാനേ പുഴ ഇങ്ങോട്ട് തിരിച്ചു വിട്ടു. ഇനി പുഴയിലേയും കൂടി മീൻ കിട്ടും സൂത്ര. ഇറച്ചി കഷ്ണം. സൂത്രൻ ഇത് എവിടെ നിന്നാണാവോ ഒപ്പിച്ചത്? അയ്യോ, കയ്യേ. മണ്ട, താനത് കേടാക്കിയോ? ഇത് എലിക്കണിയാടോ. കേടായോ? കേടാകാതെ പിന്നെ? എലിക്കണിയിൽ കടുവ കയറിയാൽ കേടാകാതിരിക്കുമോ? താൻ തന്നെ വേറെ എലിക്കണി വാങ്ങിക്കൊണ്ട് വരണം. എവിടുന്ന്? കാലമൊക്കെ ഞാൻ പറഞ്ഞു തരാം. പലതരം എലിക്കണി ഉണ്ടാക്കുന്ന ഒരു കാട്ടുപൂച്ചയുണ്ട്. ശരി, ഏതു തരം കണി വേണം? ഏതു തരമായാലും കുഴപ്പമില്ല. ഇതായാലോ? തീറ്റ തൊട്ടാൽ ടപ്പ് എന്ന എലിയുടെ കൈ കുടുങ്ങും. വേണ്ട വേണ്ട, ഭയങ്കര വേദനയാ, എന്റെ കൈ കുടുങ്ങിയതാ. എന്നാ പിന്നെ ഇതാവാം. തീറ്റ തൊട്ടാൽ മുള്ളു നിറച്ച എലി ക്ലോസ് ആവും. അതും വേണ്ട, പാവം എലികളല്ലേ. ഇതായാലോ? തീറ്റ തൊട്ടാൽ കല്ല് മുഖത്ത് വന്ന് ഇടിക്കും. വേണ്ട, ഇതും ഭയങ്കര വേദനയാവും. ഇതിൽ തീറ്റ തൊട്ടാൽ എലിയുടെ മേൽ ചൊറിയും കൂടി വിതറും. ഇതിൽ തൊട്ടാൽ ഇലകൾ വന്ന് എലിയെ ഇക്കിളിയാക്കും. വേണ്ട, ചിരിച്ച് ചിരിച്ച് എലിക്ക് ശ്വാസം മുട്ടിയാലോ. ഇതൊന്നും വേണ്ടെങ്കിൽ പിന്നെ വേറൊരു സാധനമുണ്ട്. സൂത്ര, എലിക്കണി കിട്ടി. ഹിഹി, ഉടനെ വെച്ചേക്കാം. എലി വന്ന് അകത്ത് കയറിയാൽ ടപ്പ് എന്ന വാതിലടയും. ദേ, വാതിലടഞ്ഞു. എലിയുടെ കഥ കഴിഞ്ഞിട്ടുണ്ടാവുമോ? ഹേയ്, ചാവുകയൊന്നുമില്ല. പിന്നെ മോഷ്ടിക്കാൻ വരുന്ന എലിയെ ഉപദേശിച്ച് നന്നാക്കാൻ വേറൊരു അപ്പൂപ്പനെലി പെട്ടിയിലുണ്ട്. കട്ട് തിന്നുന്നത് കഷ്ടമല്ലേ കുട്ടി? ആളെ കാണാനില്ലല്ലോ. വരുമെന്നേ, വലിയ തിരക്കുള്ള പുള്ളിയല്ലേ. മരം മുറിക്കാനുണ്ടോ? മരം. എത്തി. ആരാ കാണണമെന്ന് പറഞ്ഞതാ? എടോ, നീ ഈ ഷേരുവിനൊരു മരം മുറിച്ചു കൊടുക്കണം. കരടി ചേട്ടാ, ഇവൻ വിചാരിച്ചാൽ കാര്യം നടക്കുമോ? ഹിഹി, ഷേരുവിന് ആളെ ശരിക്കും അറിയില്ല. എടോ, ഒന്ന് കാണിച്ചു കൊടുക്ക. വിശ്വസിപ്പിച്ചു തരാം. മരം മുറിക്കാനുണ്ടോ? മരം. എന്താ ഇറങ്ങിയത്? കാര്യം നടന്നില്ലല്ലോ. തേരോ പിടിക്കാതെ ആ മരം ഒന്ന് തള്ള. എന്റെ കാട്ടുമുത്തപ്പ, അതാ പോണേ. എടാ ഭയങ്കര. സോപ്പിടണ്ട, മര്യാദക്ക് താഴെ നിർത്ത്. ഇവൻ പോരെ? മതി, ധാരാളം മതി. മരം മുറിക്കാനുള്ളത് എനിക്കല്ല, സൂത്രനാ. കാണുന്നതാ സൂത്രന്റെ ഗുഹ. മൂപ്പരകത്തുണ്ട്, ചെല്ല്. മുറിക്കേണ്ട മരം സൂത്രൻ കാണിച്ചു തരും. എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. സൂത്ര, എങ്ങനെയുണ്ട് നമ്മുടെ മരം മുറിയൻ? ഇതെന്താ തന്റെ വയറ്റത്ത്? മൂങ്ങാവൈദ്യര് തുന്നി തന്നതാ. ആളറിയാതെ ഞാൻ ആ എലിയെ പിടിച്ച് വിഴുങ്ങി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ദ്രോഹി പുറത്തു ചാടി. ഭഗവാനെ, ഈ ഭയങ്കര രാത്രിയിൽ ഭക്തനെ ഭയപ്പെടുത്തല്ലേ. ഇരുട്ടത്തെ കുരുട്ടുബുദ്ധികൾ വന്ന് വിരട്ടല്ലേ. നാട് വിട്ട് ഓടി വന്ന ഈ ആടിനെ തേടി കാടിനുള്ളിൽ. ആരാടാ ഇവൻ? ഒടുക്കത്തെ ഡയലോഗാണല്ലോ. അമ്പമ്പോ, കൊമ്പില്ലാത്ത 2 വമ്പന്മാരിതാ മുമ്പിൽ. താനേതാ? പരമശിവന്റെ അരുമഭക്തനായി ഒരുമയോടെ കഴിയുന്ന ഒരു എരുമ, അല്ല ആട്. സൂത്ര, ഈ ദ്രോഹി പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചെങ്ങാതിമാരെ, എങ്ങു നിന്നോ ഇങ്ങു വന്നു തങ്ങിയ നിങ്ങളാരാ? അതൊക്കെ നിന്നെ തിന്നു തീർത്തിട്ട് പറയാ. ഹിഹി. അയ്യോ, വയ്യാവേലി, എന്നെ ഒന്നും ചെയ്യല്ലേ. ദേ, അവൻ ഓടുന്നു. ഷെടാ, ഇവൻ എങ്ങോട്ടോടി? ഡയലോഗ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. താൻ അതുവഴി പോ, ഞാൻ ഇവിടെ നോക്കാം. ആട് മോനെ, മെല്ലെ ആട്. ആടാൻ എനിക്ക് പേടിയാ അമ്മേ. പരമശിവ, ഈ പരമസാ